ഈ 73 ഞാൻ ഡിഗ്രിക്ക് അതേ കോളേജിൽ തന്നെ ചേർന്നു. അപ്പം അപ്പോഴത്തേക്ക് എനിക്ക് കൂടുതൽ ആഭിമുഖ്യം എക്കണോമിക്സിനോടായി. അപ്പോൾ എക്കണോമിക്സ് മെയിൻ വിഷയമായിട്ടെടുത്ത് ചങ്ങനാശ്ശേരി NSS കോളേജിൽ തന്നെ തുടർന്നു അടുത്ത 3 വർഷം. അന്ന് പഠിപ്പിച്ചവരിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ 2 അധ്യാപകരാണ്. ഒന്ന് രാമേന്ദ്രൻ സാറും പിന്നെ ഒരു ഗോപിക്കോട്ടൻ സാറും. അവർ രണ്ടുപേരും വിഷയത്തെ നമുക്ക് ഒരു രവികുമാർ സാറുണ്ടായിരുന്നു. സാറും നമ്മളെ ഒരുപാട് താല്പര്യം ഉണ്ടാക്കിച്ച അധ്യാപകരാണ്. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത 75 ആയപ്പോഴേക്കും എമർജൻസി വരികയാണ്. എമർജൻസി വന്നതോടുകൂടി മറ്റേത് അങ്ങനല്ല. ഞാൻ 65 തുടങ്ങിയ വിദ്യാർത്ഥി സമരത്തെക്കുറിച്ച് പറഞ്ഞു. അത് ഈ എമർജൻസി വരെയും പല രീതിയിൽ അത് തുടർന്നു വന്നു. കാര്യം ഈ ഭക്ഷ്യക്ഷാമം എന്നുള്ളത്, അതായത് പണമുള്ളവർക്കും ഭക്ഷ്യം കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു 65കളിൽ. പിന്നീടുണ്ടായത് പണമില്ലായ്മ കൊണ്ട് പലർക്കും ലഭ്യമായിരുന്നു, വാങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് 70കളുടെയും 80കളുടെയും പ്രത്യേകത. അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് പുതിയ വിത്തിനങ്ങളാണ്. ആ പുതിയ വിത്തിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം വിദ്യാർത്ഥി സംഘടനകളുടെ മുദ്രാവാക്യങ്ങളിൽ പോലും റിഫ്ലക്റ്റ് ചെയ്തു. അന്ന് നമ്മുടെ ഈ വിത്തിനങ്ങളിൽ പ്രത്യേകിച്ച് നെല്ലിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചത് IR8 എന്ന് പറയുന്ന ഒരു വിത്തിനമായിരുന്നു. ഇന്ത്യൻ റൈസ് 8. അത് അപ്പോൾ ക്രമേണ നമ്മൾ ഈ പക്ഷി ഇറക്കുമതിയൊക്കെ കുറച്ചു. അല്ല, ഒരു 70 മധ്യത്തോടായപ്പോൾ തന്നെ അത് കുറഞ്ഞു. ഇടയ്ക്ക് ചില സമയങ്ങളിലൊക്കെ വേണ്ടി വന്നു എന്നേ ഉള്ളൂ. 60കളിൽ അനുഭവിച്ച അത്രയും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. കയ്യിൽ പണമില്ലായ്മ മൂലം 60കളിലെ പ്രത്യേകതയല്ല, പണമുള്ളവനും സാധനം കിട്ടുന്നില്ല എന്നുള്ളത്. 70കളിൽ അങ്ങനെയല്ല, പണമുള്ളവർക്ക് ഓപ്പൺ കമ്പോളത്തിൽ നിന്ന് വാങ്ങാം, റേഷൻ കൂടാതെ ഓപ്പൺ കമ്പോളത്തിൽ നിന്ന് വാങ്ങാം എന്നുള്ളൊരവസ്ഥയാണ്. അതിന് ഈ ഹരിത വിപ്ലവം സഹായിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട വിത്തിനമായിരുന്നു IR. ഇത് ക്യാമ്പസുകളിൽ പ്രതിഫലിച്ചു. അപ്പോൾ എതിർ കക്ഷിയിൽപ്പെട്ട ആരെയെങ്കിലും എതിരെ മുദ്രാവാക്യം വിളിക്കണമെങ്കിൽ അവരുടെ സംഘടനയുടെ പേരോ വ്യക്തിയുടെ പേരോ പറഞ്ഞിട്ട് നിന്നെ ഞങ്ങൾ എടുത്തോളാം, നിന്നെ ഞങ്ങൾ കണ്ടോളാം, നിന്നെ ഞങ്ങൾ IR8 വളവാക്കും. ക്യാമ്പസിലെ ഒരു മുദ്രാവാക്യ വിളിയായിരുന്നു. കാര്യം അത് വെറും ഒരു മുദ്രാവാക്യത്തിൻ്റെ ഇഫക്റ്റ് അല്ല ഞാൻ പറയുന്നത്. ഗ്രീൻ റെവല്യൂഷൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയ മാറ്റത്തിൻ്റെ ഒരു പ്രതിഫലനം ക്യാമ്പസിലുണ്ടായതാണ്. എന്ന് വിചാരിച്ച് അന്ന് പട്ടിണിയില്ലെന്നോ ഒന്നും അല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ വ്യത്യാസം അതാണ്, പണമുള്ളവർക്ക് ഇത് വാങ്ങാം. ഇത് 73-75 കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തെ ബാധിച്ച ഒരു സംഭവം എണ്ണയുടെ വില കൂടി. 73 പെട്രോളിയം പ്രോഡക്റ്റിൻ്റെ വില. അന്നാണ് ആദ്യമായിട്ട് ഗൾഫ് രാജ്യങ്ങൾ ഈ സംഘടിതമായിട്ട് എണ്ണ വില കൂട്ടുന്നത്. മറ്റേത് അവരങ്ങനെ ഇടപെടാറില്ലായിരുന്നു.
അത് പ്രധാനമായിട്ട് അവർ ഉദ്ദേശിച്ചത് പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് കൂടുതൽ സമ്പത്തുണ്ടാക്കുകയും ആയുധം ഉണ്ടാക്കുകയും അങ്ങനെ വന്നാൽ ഇസ്രയേലുമായി യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് സംഭവിച്ചില്ല. പകരം ആ വില കൂട്ടിയതിൻ്റെ ഫലം ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, അതായത് പാലസ്തീനെ ഏറ്റവും സപ്പോർട്ട് ചെയ്ത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇൻഫ്ലേഷൻ ഉണ്ടാക്കുന്നതിന് കാരണമായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 60കളിലെ ഈ ഭക്ഷ്യമില്ലായ്മയുടെ അവസ്ഥയിൽ നിന്ന് കരകയറി വന്നപ്പോൾ ഈ എണ്ണവില കൂടിയത് കൊണ്ട് ഭക്ഷ്യവിളകൾ അവൈലബിൾ ആണെങ്കിലും ഭക്ഷ്യധാന്യം അവൈലബിൾ ആണെങ്കിലും അതിന് വില കൂടാൻ തുടങ്ങി. അപ്പോൾ അത് പലതരത്തിലുള്ള സമരങ്ങൾക്കിടയായി. സുദീർഘമായ റെയിൽവേ പണിമുടക്ക്, പോസ്റ്റൽ പണിമുടക്ക്, അങ്ങനെയാണ് ജോർജ് ഫെർണാണ്ടസൊക്കെ നേതൃത്വത്തിലേക്ക് വരുന്നത്. ആ സമരങ്ങളൊക്കെ ഈ 75-ലെ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതിനൊരു കാരണമായി. അപ്പോൾ അത് മാത്രവുമല്ല, ഈ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഈ 69-ൽ കോൺഗ്രസ്സിൽ സ്പ്ലിറ്റ് വന്നപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം പ്രതിപക്ഷത്തേക്ക് പോയി കോൺഗ്രസ്സിലേക്ക്. പിന്നെ മിസസ് ഗാന്ധിക്ക് സപ്പോർട്ട് കിട്ടാൻ സംസ്ഥാന തലങ്ങളിൽ നിന്ന് പല നേതാക്കളുടെയും സപ്പോർട്ട് എടുത്തു. കേരളത്തിൽ നിന്ന് കരുണാകരൻ, കർണാടകയിൽ ഒരു ഗുണ്ടുറാവു, ബീഹാറിലൊരു കേദാർ പാണ്ഡെ, ഒറീസയിൽ നന്ദിനി സപ്തതി, ആന്ധ്രയിൽ ബ്രഹ്മാനന്ദ റെഡ്ഡി, ഇങ്ങനെ പല വിഭാഗം ആളുകളുണ്ടായിരുന്നു. ഞാനിത് പറയാൻ കാര്യം, നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ മാറ്റിമറിച്ച ചില സംഭവങ്ങളായിരുന്നു. കാര്യം ഇങ്ങനെയുള്ളവരുടെ, അതായത് നാഷണൽ ലീഡേഴ്സ് അന്നാകാത്ത ആളുകളെ സംസ്ഥാന തലത്തിൽ നിലനിർത്തിക്കൊണ്ട് വേണമായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ഭരണം കൊണ്ടുപോകാൻ. അപ്പോൾ ഇവരിൽ പലരും അഴിമതി വീരന്മാരായിരുന്നു. ആ അഴിമതിയെ കണ്ടില്ലെന്ന് നടിക്കേണ്ടി. എന്ന് മാത്രമല്ല, ക്രമേണ നെഹ്റുവിൻ്റെയും ശാസ്ത്രിയുടെയും നേതൃത്വത്തിൽ നിലനിർത്തിയിരുന്ന ഒരു, അന്ന് അഴിമതി ഇല്ല എന്നല്ല, പക്ഷെ അതൊരു കൃഷിരീതിയായി മാറിയിരുന്നില്ല. അതൊരു കൃഷിരീതിയായി മാറുന്നത് 70കളോടുകൂടിയാണ്. അതിൻ്റെ പ്രതിഫലനം നമുക്ക് ഇന്നും കാണാം. അല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെ പലതരത്തിലുള്ള ആ സോഷ്യൽ സിസ്റ്റത്തിൽ വന്ന ചേഞ്ചസ് പല എതിർപ്പുകളുണ്ടാക്കി. അങ്ങനെ എതിർപ്പുകൾ ഉണ്ടാക്കിയിട്ടാണ് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ പിന്നെ സമരങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ സമരങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പട്ടാളത്തോട് തെരുവിലിറങ്ങാൻ ആവശ്യപ്പെട്ടു. എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതിന് അന്നൊരു ന്യായമായി പറഞ്ഞത് അതാണ്. പക്ഷേ ആ സമയത്താണ് പ്രധാനമന്ത്രിയുടെ ഇലക്ഷനെതിരെ കോടതി വിധിയുണ്ടായി. അപ്പോൾ കോടതി വിധിയെ തുടർന്നാണ് എമർജൻസി വന്നതെങ്കിലും, ഞാനിത് എമർജൻസിയെക്കുറിച്ച് പറയാൻ വേണ്ടിയല്ല, കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിലും കലാലയത്തിലും ഉണ്ടായ ചില മാറ്റങ്ങളെക്കുറിച്ച് പറയാനുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന നിലയിലാണ് ഇത് പറയുന്നത്. ഒരു സാധാരണ സംഭവമായിരുന്നെങ്കിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു വിധി വന്നു, രാജിവെച്ച് മാറി നിന്നിട്ട് ആ വിധി മാറി വരുമ്പോൾ തിരിച്ചു വന്നാൽ മതിയായിരുന്നു, എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ. പക്ഷേ വേറൊരു രസം, വിദ്യാർത്ഥികളുടെ നിലയിൽ ഇന്ദിരാഗാന്ധിയുടെ ആ തീരുമാനമൊക്കെ വളരെ വലിയ തീരുമാനമാണ് എന്നൊക്കെ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾ കരുതിയിരുന്നു. കാരണം ഇന്ദിരാഗാന്ധിയുടെ ഒരു വ്യക്തിപ്രഭാവം അതുപോലെയായിരുന്നു ക്യാമ്പസുകളിൽ. മാത്രമല്ല, ഇലക്ഷൻ എമർജൻസി 77-ൽ ഡിക്ലെയർ ചെയ്തതിന് ശേഷം നടന്ന ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടികളാണ് ജയിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ ആളുകൾ വ്യത്യസ്തമായി ചിന്തിക്കുന്നു എന്ന്
പലപ്പോഴും നമ്മൾ സ്വയം ചോദിക്കുന്നൊരു ചോദ്യം. പല വിശദീകരണങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റേതായ ഒരു വിശദീകരണമുണ്ട്. കാര്യം അത് എമർജൻസി ക്യാമ്പസിൽ അനുഭവിച്ച ഒരാളെന്ന നിലയിൽ. കാര്യം ഞാൻ നേരത്തെ പറയില്ല, 75 വരെ ഞാനിത് എമർജൻസിയെ ന്യായീകരിക്കാൻ പറയുന്നതല്ല, അത് ഉണ്ടാക്കി തീർത്ത ഒരു അവസ്ഥയെക്കുറിച്ച് പറയാനാണ്. വിദ്യാർത്ഥി സമരം കൊണ്ട് പലപ്പോഴും ഒരുപാട് ക്ലാസ്സുകൾ നഷ്ടപ്പെടുമായിരുന്നു. എന്നാൽ SB കോളേജ് പോലെയുള്ള ഇല്ല അത്രയും സമരം ഉണ്ടാവാറില്ല. കാര്യം ഈ NSS കോളേജിൻ്റെ പ്രത്യേകത ഇപ്പം ഇവിടെ മഹാരാജാസ് പറയുന്ന പോലെ കൂടുതൽ ലോവർ മിഡിൽ ക്ലാസ് പഠിക്കുന്ന ഒരു കോളേജാണ്. കുറച്ചുകൂടി സമ്പന്നരും മറ്റ് വരേണ്യ വിഭാഗത്തിൽപ്പെട്ടവരും പഠിക്കുന്ന ഒരു കോളേജാണ് SB കോളേജ്. ഇത് ഞാൻ പറഞ്ഞത് മറ്റ് നഗരങ്ങളിൽ ഇത് ബാധകമാണ്. ഇങ്ങനത്തെ കോമ്പോസിഷൻ ഉള്ളിടത്താണ് കൂടുതൽ സമരം നടക്കുക. അപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ നഷ്ടപ്പെടും. പിന്നെ അധ്യാപകരുടെ ലീവ് എടുത്തിട്ട് ക്ലാസ്സുകൾ നഷ്ടപ്പെടും. ഞാനിത് പറയാൻ കാരണം എമർജൻസി കാലഘട്ടത്തിൽ ഇതൊന്നും സംഭവിച്ചില്ല. ഒരധ്യാപകൻ ലീവാണെങ്കിൽ പകരം ഒരു അറേഞ്ച്മെൻറ്റ് നടത്തിയിരിക്കും. ക്ലാസ്സിൽ ആളുണ്ടാവും, നിങ്ങളെ ഫ്രീ വിടത്തില്ല. അവസാനം എമർജൻസി കാലത്ത് നമുക്കൊരു ഫ്രീ ക്ലാസ് കിട്ടണേന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചിലർ പള്ളികളിൽ ക്ലാസ്സും ഉണ്ടായി, കറക്റ്റ് ടൈമിന് സ്റ്റാർട്ടിങ്, കറക്റ്റ് ടൈമിന് അവസാനം, കറക്റ്റ് ടൈമിന് കൃത്യതയിലേക്ക് എല്ലാം കൃത്യത മാത്രമല്ല, അത് ആ അർത്ഥത്തിൽ മാത്രമല്ല കാണണ്ടേ. വിദ്യാർത്ഥികൾ ബുക്കുമായി നിൽക്കുമ്പോൾ KSRTC ബസ് 2 ഫർലോങ് ദൂരെ ആയിരിക്കും നിർത്തുക, എമർജൻസി അല്ലാത്തപ്പോൾ. നമ്മൾ ഓടി ചെല്ലുമ്പോഴത്തേക്ക് ആ ബസ് അങ്ങ് പോകും. കൃത്യമായി ബസ് സ്റ്റോപ്പുകളിലെ ബസ്സുകൾ നിർത്തും. ഞാൻ പറഞ്ഞത് നമുക്ക് പരിചിതമല്ലാത്ത ചില ചിട്ടകൾ സർക്കാർ ഓഫീസുകളിൽ കൃത്യം 9:55 10 മണിക്ക് വേണ്ടി ആരും കാത്തു നിൽക്കില്ല. 9:55 ഉദ്യോഗസ്ഥർ ഓഫീസിലെത്തും. വാഹനങ്ങൾ കൃത്യമായി ഓടുന്നു, ട്രെയിൻ കൃത്യമായി ഓടുന്നു, കത്തയച്ചാൽ കൃത്യസമയത്ത് കത്ത് കിട്ടുന്നു. അപ്പോൾ നിയമം അനുസരിച്ചുണ്ടാവേണ്ട ചിട്ടകളൊക്കെ നമുക്ക് അനുഭവമായി. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാർ ആ അർത്ഥത്തിൽ കേരളത്തിൽ എമർജൻസിയെ അനുകൂലിച്ചു എന്ന് വിചാരിച്ച് അതിൻ്റെ ചില തിക്തഫലങ്ങൾ വേറെയും ഉണ്ടായി. കാര്യം EMSനെ പോലുള്ള നേതാക്കളെയും ചിലപ്പോൾ ജയിലിലല്ലെങ്കിലും വീട്ടുതടങ്കൽ പോലെ ആണെങ്കിലും അവരുടെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടു. അഭിപ്രായ പ്രകടനം, അതായത് ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള പത്രങ്ങൾ ഈ സെൻസറിങ് ഉള്ളതുകൊണ്ട്, ന്യൂസിൻ്റെ സെൻസറിങ് ഉള്ളത് കൊണ്ട് അവർ എഡിറ്റോറിയൽ എഴുതണ്ട എന്ന് തീരുമാനിച്ചു. അവരാ ജൂണിൽ ഡിക്ലെയർ ചെയ്ത് 77 ഏതാണ്ട് ആദ്യമാണ്, ആ മാർച്ചിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. 77 ആദ്യമാണ് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്, ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ വേണ്ടി. അത്രയും മാസം വേണ്ടൊരു 20 മാസത്തോളം എഡിറ്റോറിയൽ എഴുതിയതേ ഇല്ല. കാര്യം എഡിറ്റോറിയലോ ന്യൂസോ ഉണ്ടെങ്കിൽ സെൻസറിങ് ഓഫീസറെ കാണിച്ചിട്ട് മാത്രമേ പത്രം പ്രിൻ്റ് ചെയ്യാൻ അനുവദിക്കൂ. അപ്പോൾ അത് വ്യക്തി സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും തടഞ്ഞു നിർത്തി. അതായത് എമർജൻസിക്ക് മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറയാൻ, മുദ്രാവാക്യം വിളിക്കാതെ പണി ചെയ്യാൻ. അപ്പോൾ എമർജൻസി ആയപ്പോൾ ഫലത്തിൽ അത് സംഭവിച്ചു. അപ്പോൾ വന്ന ഒരു കാർട്ടൂണാണ്, നാക്കിൻ്റെ അറ്റത്ത് ഒരു ആണി അടിച്ച് കീഴ്ത്താടിയിലോട്ട് വെച്ചു, എന്നിട്ട് പണി ചെയ്യും എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ എല്ലാ മേഖലയിലും അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഒരു കൃത്യത കൊണ്ടുവന്നു.
അതെ അത് മിനിമം കേരളത്തിലെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. അത് മാത്രമല്ല, റേഷനൊക്കെ എങ്ങനെയായിരുന്നു? അല്ല റേഷൻ അതൊക്കെ പിന്നെ കൃത്യമായി തന്നെ കിട്ടും. കൃത്യമായി അതിന് അളവിനും കൃത്യതയുണ്ട്. അളവിന് കൃത്യതയുണ്ടെന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ എമർജൻസിക്ക് മുമ്പ് ഭക്ഷ്യധാന്യങ്ങളുടെ വില കൂടുതലായിരുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വില 50% ഒറ്റ മാസം കൊണ്ട് കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ പൂഴ്ചവെപ്പൊന്നുമില്ല, ഒളിച്ചു വെക്കൽ നടക്കില്ല. മറ്റേതാ ഞാൻ പറഞ്ഞത്, പലർക്കും വാങ്ങാൻ കഴിയാഞ്ഞത് 60കളിലേതെന്ന് പറഞ്ഞാൽ ഭക്ഷ്യധാന്യം ലഭ്യമല്ല. 70കളിലുണ്ടായ അവസ്ഥ, ലഭ്യമായ ഭക്ഷ്യധാന്യം മറച്ചു വയ്ക്കും പ്രൈവറ്റ് ട്രേഡേഴ്സ്, എന്നിട്ട് കൃത്രിമമായി വില കൂട്ടി വിൽക്കും. ഈ അവസ്ഥ എമർജൻസി മാറി. പക്ഷെ അതേസമയം നിരപരാധിയായ രാജനെ പോലെയുള്ളവരെ കൊണ്ടുപോയി ജയിലിലിട്ടുരുട്ടി. ഞാൻ രാജൻ്റെ ഒരു കേസ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതേപോലെ ബുദ്ധിമുട്ട് അനുഭവിച്ച ധാരാളം പേരുണ്ട്. ഇതതിൻ്റെ ഒരു കറുത്ത വശമാണ്. പക്ഷെ അന്ന് ഈ പലതരത്തിലുള്ള സമരമാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സമരം എന്ന് പറഞ്ഞാൽ അന്ന് അവർ പണിമുടക്കുകയല്ല ചെയ്യുന്നത്. പണിമുടക്കുന്ന അന്ന് അർദ്ധരാത്രിയിൽ ഫ്യൂസ് വരും. പിന്നെ ആ സമരം തീരുന്നത് വരെ നിങ്ങൾക്ക് പവർ സപ്ലൈ ഇല്ല. അപ്പോൾ പിന്നെ പവർ സപ്ലൈ സാധ്യമാക്കുന്നത് പോലീസ് റോന്തി യുത്തി അങ്ങനെ മാറ്റി വെച്ചെടുത്ത് ഈ സർക്കാർ അനുകൂല ആളുകളുണ്ടാവുമല്ലോ, അവരെ കൊണ്ടുവന്ന് ഫീസ് അടിക്കും. അപ്പോൾ എത്ര നേരം നിങ്ങൾക്ക് കറണ്ട് കിട്ടും എന്ന് ഉറപ്പില്ല. അന്ന് പിന്നെ മൊബൈലും കമ്പ്യൂട്ടർ യൂസും ഇല്ലാഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ നിത്യജീവിതത്തിൽ ഫാൻ ഉപയോഗിക്കലുമില്ല പഠിക്കാൻ നേരത്ത്. അതുകൊണ്ട് കറണ്ട് ഇല്ലാത്തത് പകൽ നമ്മുടെ ജീവിതത്തെ കാര്യമായി ബാധിക്കില്ല. പക്ഷേ വ്യവസായങ്ങളെ അങ്ങനെയല്ല, വ്യവസായങ്ങളെയൊക്കെ അത് ബാധിക്കും. രാത്രിയിൽ മാത്രമേ അതൊരു ബുദ്ധിമുട്ടായി തീരുള്ളായിരുന്നു. പക്ഷെ എന്നാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പവർ ഷോർട്ടേജ് കൊണ്ട് കറണ്ട് കട്ട് വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റാന്തലും മെഴുകുതിരിയൊക്കെ നമുക്ക് പരിചിതമായിരുന്നു. പക്ഷേ ഇതൊന്നും ഈ കാലഘട്ടത്തിലുണ്ടായില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, കേരളത്തിലെ ജനങ്ങൾ 77-ൽ എമർജൻസിയെ തുടർന്ന് അതിനെതിരായിട്ട് വോട്ട് ചെയ്യാഞ്ഞതിൻ്റെ കാരണം 75-ന് മുമ്പ് കേരളത്തിൽ നിന്ന ഒരു അതെ ഒരു നിയന്ത്രണമില്ലായ്മ, ഒരു ലോ എബൈഡിങ്ങിലെ കുറവ് മാറി കണ്ടപ്പോൾ സാധാരണ ജനം ഇതാണ് നല്ലത് എന്ന് ധരിച്ചു. മറ്റേത് ന്യൂസൊന്നും പരക്കാത്തത് കൊണ്ട് ജനങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവർ നിത്യേനയുള്ള ജീവിതമല്ലേ. അവർക്ക് പരിചയമുള്ള വില്ലേജ് ഓഫീസിൽ ചെന്നാൽ ബുദ്ധിമുട്ട് കൂടാതെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. പഞ്ചായത്ത് ഓഫീസിൽ പോയ ആളുണ്ട്. അതായത് മനുഷ്യൻ കൃത്യസമയത്ത് ബസ് വരുന്നു. നിത്യേന ഇടപെടുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ കാര്യം നടക്കും. അപ്പോൾ പിന്നെ എതിർപ്പ് തോന്നേണ്ട കാര്യമില്ല. പക്ഷെ ആ സമയത്ത് നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ആയിരുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ പല തരത്തിലെ ആളുകളെ പിടിച്ച് നിർബന്ധിതമായിട്ട് വന്ധ്യംകരണം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വന്നപ്പോഴേ അത് നിരപരാധികളായ ഒരുപാട് പേരെ പിടിച്ച് ജയിലിലിട്ടു. ചില ഗാന്ധിയന്മാരെ പോലും സമാധാനപരമായി ജീവിക്കണം എന്ന് പറഞ്ഞ് ഗാന്ധിയന്മാരായ ചിലരെയും അല്ലെ ആ സ്വഭാവമുള്ളവരെയും പിടിച്ച് ജയിലിലിട്ടു. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഉത്തരേന്ത്യയിലുണ്ടായത്. കേരളത്തിൽ സംഭവിക്കാതിരുന്നത് അത് പക്ഷേ കേരളത്തിൽ മാത്രമുണ്ടായ ഒരു ഇതല്ല കേട്ടോ. കാര്യം പൊതുവേ സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ പിന്നെ കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു ഫലമാണ് ഉണ്ടായത്. കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ കോൺഗ്രസ് തന്നെ ജയിച്ചു. തമിഴ്നാട്ടിലാണെങ്കിൽ
കോൺഗ്രസും DMKയും കൂടെ സഖ്യമായിരുന്നു. അപ്പോൾ സൗത്ത് ഇന്ത്യ മൊത്തം, അപ്പോൾ കേരളം മാത്രം അല്ല അതിനോട്. അത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ജീവിതത്തിൽ വന്ന, പക്ഷെ നോർത്ത് ഇന്ത്യയിൽ അത് പ്രത്യേകിച്ച് ഈ സാമുദായികമായ ചേരുതിരിവൊക്കെ ഉണ്ടാക്കി ചില പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഈ ബലാത്കാരമായുള്ള കുടുംബാസൂത്രണം അടിച്ചേൽപ്പിക്കലുമൊക്കെ നോർത്ത് ഇന്ത്യയിൽ വർഗീയ ധ്രുവീകരണമൊക്കെ ഉണ്ടാക്കാൻ കാരണമായി. പിന്നെ ഈ പല പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും പിടിച്ച് ജയിലിലിട്ടു. അത് പ്രാദേശിക തലത്തിൽ പല പോലീസ് ഉദ്യോഗസ്ഥരും വളരെ ഒരു ടോർച്ചറിങ് ഇതൊക്കെ ആയി മാറി. അങ്ങനെ ഇപ്പോൾ രാജിൻ്റെ പോലെയുള്ള സംഭവങ്ങളുണ്ട് എങ്കിൽ പോലും നമ്മുടെ നിത്യജീവിതത്തിൽ അത് വ്യാപകമായ ഒരു രീതിയിൽ പ്രതിഫലിച്ച് കണ്ടില്ല. ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോടുള്ള വിലങ്ങ് എന്നുള്ളതാണ് പ്രകടമായി ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്. അതൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് സ്വാതന്ത്ര്യമായി പ്രവർത്തിക്കാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നില്ല. 75-ലെ ഭരണം ആർക്കായിരുന്നു? 75-ൽ ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. കേരളത്തിൽ അച്യുതമേനോൻ മുഖ്യമന്ത്രിയും കരുണാകരൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു. സത്യത്തിൽ പ്രധാനമായ എമർജൻസി ഇംപ്ലിമെൻറ്റേഷനിൽ പ്രധാനമായിട്ട് ഇതായിട്ട് നിന്നത് ആഭ്യന്തരം കൈകാര്യം ചെയ്തിരുന്ന കരുണാകരനായിരുന്നു. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം കരുണാകരനോടുണ്ടായത്. അതാണ് പിന്നീട് രാജിക്ക് കാരണം. അതെ, രാജിക്ക് കാരണമായത് അതാണ്. അതാ കോടതി പരാമർശം വന്നപ്പോൾ തന്നെ രാജിവെച്ചു. അദ്ദേഹം അങ്ങനെ ഒരു മനസ്സ് കാണിച്ചു.